ആയിരിക്കുന്ന ദേശനിവാസികളെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന്റെ മാനവരാശിയോട് അറിയിക്കുവാനുള്ള ശ്രദ്ധാർത്ഥയുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങളോട് നിങ്ങൾ ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ മലയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചതിയനാപിശാചിന്റെ ദുർഭരണം തീരുന്നേ. സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ ഭൂമിയിൽ മലയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവൻ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന അക്ഷരവസ്ത്രത്തിന്റെ വിദ്യയിലൊരുങ്ങാതെ ഒരുക സോദര വളരുക. ജീവൻ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാൻ മുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാഴ്ചവരെ ജയിച്ചിടാൻ വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി ചേർന്നിടാൻ നമുക്ക്. ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാൻ താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാഴ്ചവരെ ജയിച്ചിടാൻ വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി. നാമൂട്ടും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. സൃഷ്ടാവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മഹാദൈവത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ഒരു സന്ദേശവുമായിട്ടാണ് ഈ ടീം പൂക്കാട്ടുപടി എടപ്പള്ളി റോഡിലെ ഉണിച്ചിറ എന്ന ഈ ഭാഗത്ത് ഇപ്പോഴായിരിക്കുന്നത്. നിങ്ങളോട് ദൈവത്തിന് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മളെപ്പോലെ മരണമില്ലാത്ത ദൈവത്തിന് മാനവജാതിയോട് പറയുവാനുള്ള ഒരു സന്ദേശം നിങ്ങളെ അറിയിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ള ഇവിടെ നിന്ന് കടന്നു പോകുന്ന ഒരു ടീമാണിത്. ആ സന്ദേശം ഇതാണ്: ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ദൈവം മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ആ സന്ദേശം. നാം നമുക്ക് വേണ്ടി ഒരുക്കുന്ന മരണമുള്ള ഭാവിയിൽ നിന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന മരണമില്ലാത്ത ദൈവത്തിന്റെ കുടുംബത്തിലെ ദൈവത്തിന്റെ മക്കളായി ജീവിക്കാനുള്ള, ദൈവത്തിന്റെ പ്രപഞ്ചം വാഴുന്ന രാജാക്കന്മാരായി ജീവിക്കാനുള്ള ആ ഒരു ഭാവിയിലേക്ക് കടന്നു വരുവാൻ ദൈവം എല്ലാ ഭൂവാസികളെയും ക്ഷണിക്കുകയാണ്. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന, ഓൺലൈനിലൂടെ ഒക്കെ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ,
വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ പുസ്തകമല്ല, മതത്തിന്റെ സംഘടനയുടെ ഗ്രൂപ്പിന്റെ പുസ്തകമല്ല. അത് സൃഷ്ടാവായ ദൈവം മാനവരാശിയോട് അറിയിക്കുന്ന തന്റെ സ്നേഹ സന്ദേശമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മാനവരാശിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവി അടങ്ങിയിരിക്കുന്ന പുസ്തകം, ദൈവം മനുഷ്യരെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതി അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ്. അതിലെ സന്ദേശമാണ് വിശുദ്ധ ബൈബിൾ. അതിലെ ഒരു വാക്യം നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഈ സന്ദേശത്തിലേക്ക് കടന്ന് അതിവേഗം ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്നതാണ്. ശ്രദ്ധിക്കുക പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവ രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തെ എല്ലായിടവും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ടീം ഇപ്പോൾ ഈ ഭാഗത്തിലൂടെ കടന്നു പോകുന്നത്. രാജത്വത്തിന്റെ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയുകയാണ് ഇവിടെ. ഇത് യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ മകൻ സാക്ഷ്യം നിന്ന സന്ദേശമാണിത്. ആ സന്ദേശമാണ് പ്രിയ സഹോദരങ്ങളെ ഇതാ ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത്. എന്താണ് രാജത്വത്തിന്റെ സുവിശേഷം? ആരാണ് ഇത് പ്രസംഗിച്ചത്? എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, തുടക്കത്തിലെ പറഞ്ഞു, ദൈവത്തിന്റെ പുത്രനായ ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠനായ ഏറ്റവും ജ്ഞാനിയായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഈ സന്ദേശം അറിയിച്ചത്. തന്നെ ഈ സന്ദേശം ഏൽപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഉടയവനായ തന്റെ പിതാവായ സ്വർഗസ്ഥനായ പിതാവാണ് ഈ സന്ദേശം ക്രിസ്തുവിൽ ഏൽപ്പിച്ചത്. ആർക്ക് കൊടുക്കാനാണെന്ന് ചോദിച്ചാൽ മാനവരാശിയായ എനിക്കും നിങ്ങൾക്ക് തരുവാനാണ് കൊടുത്തത്. എന്താണ് അതിന്റെ സന്ദേശമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, ദൈവം രാജാവായി ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. നമ്മളോട് കൂടെ ജീവിപ്പാൻ ദൈവത്തിന്റെ ഭരണം ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. രാജ്യത്തെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബ ഭരണമാണ്. ദൈവം ഈ തന്റെ കുടുംബത്തിലൂടെ പ്രപഞ്ചത്തെ വാഴുകയാണ്. ആ കുടുംബത്തിലേക്ക് എന്നെയും നിങ്ങളെയും തന്റെ മക്കളായി ക്ഷണിക്കുന്ന ആ ദിവ്യ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളെ ഇവിടെ അറിയിക്കുന്നത്. ഇത് യേശു ക്രിസ്തു അറിയിച്ചതിന്റെ പിന്തുടർച്ചയായിട്ടാണ് ഞങ്ങൾ ഇത് നിങ്ങളെ അറിയിക്കുന്നത്. ഇതാദ്യം അറിയിച്ചത് യേശു ക്രിസ്തുവാണ്. ഇതാണ് മാനവരാശിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഒന്നുകൂടി പറയാം, മാനവരാശിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അല്പകാലം ജീവിച്ച് നമുക്ക് വേണ്ടി ഒരു ഭാവി ഉണ്ടാക്കാൻ നോക്കി ഇതാ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഇതാ വരെ പഠിച്ച് 10-ാം ക്ലാസ് വരെ പഠിച്ച് +2 പഠിച്ച് ഡിഗ്രി പഠിച്ച് ഇതാ PG പഠിച്ച് ഒരു ജോലി ഉണ്ടാക്കാൻ IELTS പഠിച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി ഏതാനും ദിവസങ്ങളിൽ ഇതാ ഭൂമിയിലാണ് എങ്കിൽ ഇന്ത്യയിലാണ് എങ്കിൽ അശോകചക്രം വണ്ടിയിൽ 500, 1000, 200 എഴുതിയ പേപ്പറും കഷ്ണവും സമ്പാദിച്ച് അതിലൂടെ അരിയും ഗോതമ്പും വാങ്ങിച്ച് പച്ചക്കറിയും വാങ്ങിച്ച് ഇറച്ചിയും വാങ്ങിച്ച് വയറ് നിറച്ച് ചത്തുപോകുന്ന നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭാവിക്കപ്പുറമായി പ്രിയ സഹോദരങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയെ നിങ്ങളെ അറിയിക്കുകയാണ്. ആ ഭാവി ജീവിതത്തിൽ ദൈവം നമ്മളെ ദൈവത്തിന്റെ മക്കളായി ഈ ഭൂമിയുടെ രാജാക്കന്മാരായി ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവത്തോടൊപ്പം ജീവിപ്പാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവത്തോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ, സൃഷ്ടാവിനോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ, നമ്മളെ സൃഷ്ടിച്ച അപ്പനോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ സന്തോഷം മറ്റെന്തുണ്ട്? ഇതാണ് യേശു ക്രിസ്തു അറിയിച്ച സുവിശേഷം. അപ്പനോടൊപ്പം ജീവിപ്പാൻ നമ്മളെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തു എങ്ങനെ വെളിപ്പെടുത്തി? ഒരു ധൂർത്തപുത്രനായ ഒരു വ്യക്തിത്വം,
തന്റെ അപ്പനോടുകൂടെ ജീവിപ്പാൻ മടങ്ങി വന്ന അപ്പനോടുകൂടെ അപ്പന്റെ സന്തോഷത്തിൽ ജീവിക്കുന്നു. ഇതേപോലെ മാനവരാശിയായ നമ്മളെ ദൈവം വിളിക്കുകയാണ് ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മകനായി ജീവിപ്പാൻ. പാട്ടുകാരനോട് ഇങ്ങനെ പാടി, ദൈവം വിളിക്കുന്നു സ്വർഗപിതാവ് വിളിക്കുന്നു യേശുവിലൂടെ തന്മകനാകാൻ ദൈവം വിളിക്കുന്നു സ്വർഗപിതാവ് വിളിക്കുന്നു. തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ മക്കളാകുവാൻ, ഭൂമിയുടെ രാജാക്കന്മാരാകുവാൻ, ദൈവത്തോടൊപ്പം ജീവിപ്പാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഇതാണ് യേശു ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവ് അറിയിച്ച ആ ദിവ്യമായ സന്തോഷ വാർത്ത സുവിശേഷം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ അല്പകാലം മാത്രം ജീവിച്ച് ഇവിടുത്തെ സിറ്റിസൺഷിപ്പും എടുത്ത് ഇവിടുത്തെ പൗരത്വം എടുത്ത് മരിച്ച് അവസാനിക്കുന്ന നമ്മളെ നിത്യമായ ദൈവരാജ്യത്തിലെ സ്വർഗീയ പൗരത്വത്തിൽ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷമായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച ആ ദിവ്യമായ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം ക്ഷണിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് എന്താണെന്ന് നാം അറിയേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് തടസ്സം നിൽക്കുന്നത് നമ്മുടെ കളറോ, നമ്മുടെ നിറമോ, നമ്മുടെ പണമോ, നമ്മുടെ ജാതിയോ, മതമോ, സംഘടനയോ, ഗ്രൂപ്പോ ഒന്നുമല്ല. അതിന് തടസ്സം നിൽക്കുന്നത് നമ്മുടെ പാപമാണ്. ദൈവം പാപത്തോട് ചേർന്ന് സഹകരിക്കുകയില്ല. ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മളോട് അറിയിക്കുന്ന സന്ദേശം, ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും പരിശുദ്ധരായിരിക്കുക എന്നുള്ളതാണ്. പാപത്തിന്റെ ശമ്പളമായ മരണം നമുക്ക് പകരമായി സൃഷ്ടാവായ ദൈവം നമുക്ക് പകരമായി പാപത്തിന്റെ ശമ്പളം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് കാൽവറി ക്രൂശിൽ ഏറ്റെടുക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ പാപത്തിന്റെ ശമ്പളമായ മരണം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അത് ഏറ്റെടുത്തു. അതുകൊണ്ട് ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും ഈ കാൽവറി ക്രൂശിൽ കടന്നുകൊണ്ട് മരിച്ചത് എന്റെയും നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാണെന്നും വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിങ്ങളുടെ രക്ഷകരെ കർത്താവുമായി നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ഇതാ ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള സൗജന്യമായ ആ അവസരത്തിലേക്ക് നമുക്ക് അതിലൂടെ പാത തുറക്കുകയാണ്. ഇതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത് തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ സ്വർഗത്തിലെ ദൈവം ജീവനുള്ള പുതുവഴി യേശുക്രിസ്തുവിലൂടെ തുറന്നു. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ ദിവ്യമായ സുവിശേഷത്തിലേക്ക്, സൃഷ്ടാവോടുകൂടെ ജീവിപ്പാനുള്ള സുവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഇതാ ഞങ്ങൾ നിങ്ങൾ അറിയിക്കുന്ന സുവിശേഷം ദൈവത്തോട് കൂടെ ജീവിക്കാനാണ്. എന്നാൽ അതിന് തടസ്സം വയ്ക്കുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരമായി, പാപത്തിന്റെ ശമ്പളം മരണം എന്നതിന് പരിഹാരമായി യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി അത് പ്രിയമകനെ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ അനുഗമിച്ച് യേശുവിനെ അനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ
ആ സൃഷ്ടാവോടുകൂടെ സ്വർഗസ്ഥപിതാവോടുകൂടെ ക്രിസ്തുവിൽ ജീവിക്കുവാൻ കഴിയുമെന്നുള്ള സന്ദേശം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് ഏറ്റെടുത്തുകൊണ്ട് കടന്നു വരുവാൻ നിങ്ങളെ ഏവരെയും പ്രബോധിപ്പിക്കുകയാണ്. ഈ വിളിച്ചൊരു ദേശം, ഈ ദൈവരാജ്യ സുവിശേഷത്തിന് ഇതാ സാക്ഷ്യം വഹിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നു പോകുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥപിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഈ ദേശത്തെയും ദേശവാസികളെയും ഈ ശബ്ദ കാഴ്ചവരുന്നവർ അങ്ങയുടെ സ്വരശ്രമിച്ച് ഏവരെയും അങ്ങയുടെ കണ്ണുകളിൽപ്പിക്കുകയാണ്. ഇതിന്റെ വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരുവാൻ അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലെ കൂട്ടായിരിക്കണം. ഇവരുടെ ബിസിനസ്സുകൾ, ഇവരുടേതായ സ്ഥാപനങ്ങൾ, ഇവരുടേതായ തലമുറകൾ, മാതാപിതാക്കന്മാർ, ഇവരെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ഓർപ്പിച്ചിട്ട് ഞങ്ങളുടെ സഹോദരന്മാർ 2 നോട്ടീസുകൾ നിങ്ങളെ തന്നിട്ടുണ്ട്. അതിലൊന്ന് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ച രാജ്യത്വ സുവിശേഷമാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യം ഒരല്പസമയത്തിന് നിങ്ങളുടെ ഹൃദയം മറന്നുപോയി. എന്നാൽ ആ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇത് വീണ്ടും ഓർക്കുവാൻ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദൈവത്തിന്റെ സൃഷ്ടാവിന്റെ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ സഹായിക്കും. മറ്റൊന്ന്, ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുക്കാട്ടുപടിക്ക് അടുത്ത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവചന ധ്യാന ശുശ്രൂഷയാണ്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ആ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെ ക്ഷണിക്കുന്ന ഒരു നോട്ടീസാണത്. ഈ ലോകത്തിൽ ആയിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും, രോഗികളായിരിക്കുന്നവർക്ക്, കുടുംബത്തിൽ തള്ളപ്പെട്ടവർക്ക്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക്, നിരാശരായവർക്ക്, കുടുംബം തകർന്നവർക്ക്, എല്ലാവർക്കും അവിടെ കടന്നു വന്ന് ദൈവം ആശ്വസിപ്പിക്കുന്ന ആശ്വാസം അവിടെ അനുഭവിപ്പാൻ കഴിയുമെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറുകൾ അതിന്റെ താഴെ രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.